ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെയ്തൊരു വീഡിയോയുടെ അതിനൊരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ഇന്നും കൊണ്ടു നിൽക്കുന്നത്. ഇന്നലെ കൊണ്ടുവന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെയാണ് ഇതിൽ പറയുന്നത് വേറൊന്നുമല്ല. ഇതിനകത്ത് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിനെ സംബന്ധിച്ച് അതിലേക്ക് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൂടെ കൂടിച്ചാണ് നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ അടിച്ച് പോയിന്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു ജിജിയുടെയും മാരിയുടെയും പ്രശ്നങ്ങളൊക്കെ. അവർക്ക് ഏജ് ഉള്ളതാണ്, 50 വയസ്സൊക്കെ അടുക്കാറായെന്ന് തോന്നുന്നു. അവർക്ക് അത്രയും അവരുടെ ഹസ്ബൻഡിന് അത് വയസ്സ് പറയുന്നുണ്ട്, 49 വയസ്സെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും പ്രായം ചെന്ന് അത്രയും പക്വത ചെല്ലേണ്ട ആ ഒരു പ്രായത്തിൽ അവർ കാണിച്ചുകൂട്ടിയ കോലങ്ങളാണ് ഈ ഇത്രയും നാണക്കേടിന് കാരണമായത്. രണ്ടുപേരുടെ ഭാഗത്തുണ്ട്, ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല. പറഞ്ഞു തീർക്കാവുന്ന ഒരു 4 ചുവരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ അവർ പുറത്ത് പബ്ലിക്കിലേക്ക് വിട്ടു. അതിൽ ജിജി വിട്ടത് ജിജിക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് ഓർത്താണ്. പക്ഷേ ജിജി വിട്ടത് മൊത്തം ജിജിക്ക് അടിക്കാനുള്ള വടിയാണ് കൊടുത്തത് ജനങ്ങളുടെ കയ്യിലേക്കെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഓരോ കാര്യങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജിജി എത്രമാത്രം വയലൻ്റ് ആകുന്നൊരു വ്യക്തിയാണെന്നും എത്രമാത്രം ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ജിജിയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ അറിയാം. ഓരോ മനുഷ്യരെയും ചില സമയത്ത് ഇവരുടെയൊക്കെ ഓരോ മോട്ടിവേഷൻ ക്ലാസ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ദൈവത്തിൻ്റെയൊക്കെ ഇത് പറയുമ്പോഴത്തേക്ക് ദൈവം പോലും ഇങ്ങനെ വരും അവരുടെ അടുത്തേക്കെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത്രയും ഇത് പറയുന്നിടത്ത് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കേട്ടോ. ഇത്രയും മറ്റുള്ളവരിലേക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴും അവർ പറയുന്നത്, അവരുടെ ഹസ്ബൻഡ് പറയുന്നത് ജിജി തിരിച്ചു വരും, ജിജി എല്ലാ ക്ഷമ പറഞ്ഞ് തിരിച്ചു വരും, വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ ഇതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീച്ചിൻ്റെ ഇതൊക്കെ തുടങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. ചാരിറ്റിയുടെ ഇത് കാണുകയല്ലെന്ന് പറയുന്നു, ബാക്കിയൊക്കെ ഇങ്ങനെ തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇവരുടെ ക്ലാസ്സിൽ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ സമ്മതിക്കണം. കാര്യം ഇവർ പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരുടെ ഈ പ്രശ്നങ്ങൾ ഇവർക്ക് 4 ചുവരുകൾക്കുള്ളിൽ മാത്രം നിർത്താവുന്നതേ ഉള്ളായിരുന്നു. ഹസ്ബൻഡിനെ തല്ലുക, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാർ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന്. ഭാര്യമാർ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുകയല്ല ചെയ്യേണ്ടത്, ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമാണ് അവിടെ വേണ്ടത്, അല്ലാതെ അടിമത്തമല്ല വേണ്ടത്. അങ്ങനെ പറഞ്ഞ് നടന്നവർ ഇവർക്ക് ഒരു നിമിഷം ഭർത്താവിനൊന്ന് വിധേയപ്പെടാൻ പറ്റിയില്ലേ. ഇവർക്ക് ആ പ്രശ്നങ്ങളെങ്കിൽ ശരി, നിങ്ങൾ ഇനി എടുത്തോ, ഞാനും കൂടെ അത് ചാരിറ്റി ചേരാം, ബാക്കിയുള്ളവർ നിർത്തിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ ജിജി പറയുന്ന കാര്യങ്ങൾ പലതും നുണയാണ്. അവരുടെ തലയ്ക്ക് പറ്റിയേക്കുന്ന പരിക്ക് പോലും എനിക്ക് സംശയമുണ്ട് ഒരു സ്വയമേ ചെയ്താണോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അവരുടെ ഹസ്ബൻഡ് പുള്ളി ന്യായീകരിച്ച് പറയുള്ളൂ, അങ്ങനെയല്ല. പക്ഷേ ഇതിൽ ഈ ദേവസ്യ മാഷ് എന്ന് പറഞ്ഞാൽ മാഷ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ഒത്തിരി വിഷമം തോന്നി. നമ്മുടെ മറുനാടിന് കൊടുത്തൊരു അഭിമുഖത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനത്ര കാണിക്കാം. അതിനകത്തൊരു അഭിമുഖത്തിലൂടെ പറയുന്നത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഓരോ കാര്യങ്ങളും ഇവർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ മാരി പറയുന്ന കേൾക്കാൻ, കാര്യം ജിജി പറയുന്നതല്ല വിളിച്ചുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പക്ഷേ മാരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ആ മനുഷ്യനും പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേൾക്കാം. അവരുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് മുഴുവൻ കുറച്ച് ഇതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഉപദ്രവിക്കുമായിരുന്നെന്നും ജിജിക്ക് നല്ല ആരോഗ്യമാണെന്നും ജിജിക്ക് വെച്ചാൽ അതുപോലെ അദ്ദേഹം ഉപദ്രവം സഹിച്ചിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം പറയും കേട്ടോ, ഈ സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും സ്ത്രീ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകൾ ശരിക്കും സംരക്ഷിക്കപ്പെടുന്നില്ല. ഈ പാമ്പിടിച്ച സ്ത്രീകളെല്ലാം എല്ലാ ഉപദ്രവങ്ങളും സഹിക്കുന്നുണ്ട്, അവർ ആത്മഹത്യയും ചെയ്യുന്നുണ്ട്, അവർ ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവർ അനുഭവിക്കാനായിട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ ഇതുപോലെ തൻ്റെ ഇടം പിടിച്ച കുറേ പെണ്ണുങ്ങളുണ്ട്. അവർ ഈ പാമ്പിടിച്ച ആണുങ്ങളെ അടിച്ചമർത്തിച്ച് അവർ നീതിക്ക് വേണ്ടി ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് നീതി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. നമ്മുടെ നിയമം സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടി ആ ഒരു നിയമം കിട്ടുന്നില്ല. ദുർബലരായ ആണുങ്ങൾക്ക് അത് ദോഷമായി വരുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഒരു ഇതിൽ തന്നെ ഇത് പറയുന്നത് കേട്ടോ. പലരും ഇപ്പോൾ ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഭാര്യയും ഭർത്താവ് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ തീർക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാര്യം പിന്നെ നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ സ്നേഹത്തോടെ പിരിയുക, അല്ലാതെ ഈ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ച് ആ 10 പേരെ അറിയിച്ച് ഭയങ്കര വിഷയമാക്കേണ്ട കാര്യമില്ല. ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ പിരിഞ്ഞേക്കുക, അത്രയേ ഉള്ളൂ. കുട്ടികൾ 2 കൂട്ടരും കൂടി നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ ഇതിന് ഈ തമ്മിക്കിടന്ന് തല്ലുണ്ടാകുന്നതിനൊക്കെ നല്ലതാണ് സെപ്പറേറ്റ് ആകുന്നത്. പിന്നെ ഈ കഴിവതും പ്രശ്നങ്ങളുള്ളത് പറഞ്ഞു തീർക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്. അദ്ദേഹത്തിന് ഫാമിലിയിൽ നിന്ന് ആരുമില്ല. ഇവരുടെ ഫാമിലിയുള്ളവരെല്ലാം ഉണ്ട് താനും. ഇവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, ഈ ജിജി കാണിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ സപ്പോർട്ടുമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, കൂടുതലും നമ്മൾ ഇങ്ങനെ ഈ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് ഒരു വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും സ്വന്തം, ഇപ്പോൾ പെണ്ണാണെങ്കിൽ പോലും സ്വന്തം വീട്ടുകാരുടെ സപ്പോർട്ടിൽ നിന്ന് ആണുങ്ങളെ ദ്രോഹിക്കാനോ, ആണുങ്ങളാണേലും അവരുടെ കൂടെ നിന്ന് ഈ പെണ്ണുങ്ങളെ ദ്രോഹിക്കാനോ ഒരിക്കലും മുൻകൈ എടുക്കരുത്.
പോകരുത്. കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിന് വിള്ളൽ വരത്തേ ഉള്ളൂ, നിങ്ങളിൽ തന്നെ അകൽച്ച വരത്തേ ഉള്ളൂ. ഈ ജിജിയുടെ ഫാമിലിയാണ് ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ജിജിയുടെ അമ്മയെ അതിൽ ചേർക്കണം, അപ്പനെ ചേർക്കണം, ആങ്ങളെ ചേർക്കണം, ആങ്ങളയുടെ വൈഫിനെ ചേർക്കണം. ഇവരൊക്കെ ഈ ചാരിറ്റി വേണം, പുറത്തുനിന്ന് വേറെ ആരും വേണ്ട. അത് ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് സംഭവം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഫാമിലിയുള്ളവരാകുമ്പോൾ കൈയിട്ട് വരുമ്പോൾ പുറത്തറിയുമല്ലോ, പുറത്തുനിന്ന് ഒരാളാകുമ്പോഴത്തേക്ക് കൈയിട്ട് വാരുന്ന പുറത്തറിയും. അത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ കൈയിട്ട് വാരണം, സ്വത്ത്, അത് പൈസ. ഈ അവർ നല്ല ബുദ്ധിമുട്ടി കഴിഞ്ഞവരാണെന്ന് പറയുന്നുണ്ട്. ജിജിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലയെന്നും പറയുന്നുണ്ട്. പക്ഷേ വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവർ ഇത്രയൊക്കെ കാര്യങ്ങൾ മനുഷ്യനെ പറഞ്ഞ് ഫലിപ്പിച്ചെടുക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. അവർ ആ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് നിവർത്തികേടിൽ അവർ ജീവിച്ച് വന്നതുമാണ്. പെട്ടെന്ന് പൈസ കണ്ടപ്പോഴത്തേക്ക് പബ്ലിക്കിലേക്ക് ഒരുപാട് പബ്ലിസിറ്റി അവർക്ക് വന്നപ്പോഴത്തേക്ക് അവർ വലിയ ആളാണെന്നൊരു തോന്നൽ അവർക്ക് പെട്ടെന്നുണ്ടായി. അതുകൊണ്ടാണ് അവർ ഇത്രയും ഈ മതി മറന്നുള്ളൊരു ജീവിതം. പിന്നെ മദ്യപാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. മദ്യപാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്ഥിരം മദ്യപിക്കുന്ന ആളായിരിക്കില്ല. സ്ഥിരം മദ്യപിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയാമല്ല. മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ മദ്യപിച്ചാണോ ഇനി ഇവർ വരുന്നതെന്നും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആർക്കാണെങ്കിലും ഒരു ഇച്ചിരി സ്മെല്ല് കിട്ടാതിരിക്കത്തില്ലല്ലോ. കിട്ടുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് വരില്ല. ഇവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മദ്യപിക്കുന്നതായിരിക്കും. മദ്യപിച്ച് കഴിയുമ്പോൾ ഇവർ ഭയങ്കര ഉപദ്രവമാണെന്നാണ് പറഞ്ഞത്. സാധാരണ കേട്ടിട്ടുണ്ട് ഭർത്താവ് കള്ളു കുടിച്ചേച്ച് വന്നിട്ട് ഭാര്യേനെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ്. ഭാര്യ കള്ളു കുടിച്ച് വെച്ച് ഭർത്താവിൻ്റെ കൊങ്ങയ്ക്ക് ഞെക്കി പിടിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെയാണല്ലോ നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് അത്ഭുതം. സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യമായിട്ടുള്ള ഭാര്യയും ഭർത്താവും അല്ലെങ്കിലും ഉണ്ടല്ലോ, ഈ ഒരുപാട് പ്രഹസനം കാണിക്കുന്നവരുടെ ലൈഫിലുണ്ടല്ലോ ഒരുപാട് പ്രോബ്ലങ്ങൾ കാണും കേട്ടോ. നമ്മൾ ഇപ്പം ചില ഭാര്യയും ഭർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവർ വലിയ സ്നേഹമോ വലിയ ഇതൊന്നും കാണത്തില്ലായിരിക്കും. ഭയങ്കര ചിരി, കളി, ഈ ഒലിപ്പിച്ചുള്ള വർത്തമാനമോ അല്ലെങ്കിൽ ഒന്നിച്ച് പോകുമോ അല്ലെങ്കിൽ കെട്ടിപ്പിടുത്തവും ഇങ്ങനെയുള്ള ഓവർ ആക്ഷനോ കാര്യങ്ങളോ കാണത്തില്ലായിരിക്കും. പക്ഷെ അവർ ഉള്ളിൽ പരസ്പര സ്നേഹം കാണും. ഒരാൾക്കൊരിത് വന്നു കഴിയുമ്പം അടുത്ത് നിൽക്കുന്ന ആൾക്ക് അതൊരു വിഷമമായിട്ട് വരും. ഒരുപാട് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ചിലരുണ്ട് വാരി കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഭയങ്കര റൊമാൻസാണ് കാണിക്കുന്നത്. അതിനിടയ്ക്കുണ്ടല്ലോ ഭയങ്കര അടിയും വഴക്കുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം രണ്ടും രണ്ട് വഴിക്കായെന്നും കേൾക്കാം. ഈ ഒരുപാട് പ്രഹസനം കാണിക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല ഫാമിലി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കേട്ടോ. എല്ലാവരും ഒന്ന് ഞാൻ പറഞ്ഞിട്ടോ, ചിലരുടെ ഉള്ളിൽ സ്നേഹം അവർ വെച്ചുകൊണ്ടിരിക്കത്തില്ല, അവർ പ്രകടിപ്പിക്കും, അത് സത്യസന്ധമായിട്ടുള്ളതായിരിക്കും. പക്ഷെ ചിലരങ്ങനല്ല, ചിലർ ഓവറായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അവർ തമ്മിൽ യാതൊരു മനപ്പൊരുത്തവും കാണത്തില്ല, ഒരു മനപ്പൊരുത്തവും കാണത്തില്ല. അപ്പം നമുക്ക് എന്നാലും മാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. മദ്യപിച്ച് കഴിയുമ്പോൾ ബോധം കെട്ടിട്ട് പെട്ടെന്ന് കഴിയും. എന്നെ കത്തിക്കൊണ്ട് കുത്തി കയ്യിലൊക്കെ കിടക്കുന്നു. ഞാനൊരു തീരുമാനം എടുത്തു, എന്നെ കൊണ്ട് കൂടെ വീട്ടിൽ കിടക്കുന്നില്ല. കിടന്നാൽ ഏത് സമയത്ത് എന്നെ അടിക്കുക കൊല്ലാന്ന് അറിയില്ല. രണ്ടെണ്ണം അടിക്കുമ്പോൾ കാർ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് അതുപോലെ ചുറ്റായിട്ട് ആളുടെ ബേസിക് പ്രശ്നങ്ങളൊന്നും മദ്യം. രണ്ട് ഇച്ചിരി ഫേമസ് ആവണമെന്നുള്ള ഭയങ്കര കൊതിയാണ്. ഒന്ന് ഇച്ചിരി ആഡംബരം. അതുപോലെ അതിനേക്കാളും വേറൊരു നമുക്ക് പറയാൻ പറ്റാത്തൊരു ബന്ധത്തിൽ പെട്ടു. അദ്ദേഹം പറയുന്നുണ്ട് അവർ മറ്റൊരു ബന്ധത്തിൽ പെട്ടുപോയി. അതൊക്കെ ഈ പൈസ കൂടിക്കഴിയുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. ഇവർ വിവാഹത്തിന് മുമ്പേ ഇവർക്ക് ആരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അത് ഇച്ചിരി ഏജുള്ള ഒരാളാണ്. അത് ഹസ്ബൻഡ് പറയുന്നത് കേട്ടോ. സത്യമാണോ ഇല്ല തരത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും സംസാരിക്കാൻ അറിയാം, മനുഷ്യരെ പറഞ്ഞ് ബലിപ്പിക്കാൻ അറിയാം, നമ്മൾ വിശ്വസിക്കുന്ന രീതി പറയാനായിട്ട് അറിയാം. ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ അവർക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ ഇയാളിലേക്ക് വരാൻ വേണ്ടി നോക്കിയിരിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഇയാളിലേക്ക് അന്ന് വന്നേ എന്നാണ് പറഞ്ഞത്. വലിയ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ മുസ്ലിമായ ഇയാൾ ക്രിസ്ത്യനായി മാറിയത് ഇവരെ കല്യാണം കഴിക്കുക ഒരിക്കലും കേട്ടോ. അയാൾ അതിനു മുമ്പേ ക്രിസ്ത്യനായി മാറിയതായിരുന്നു. ക്രിസ്ത്യനായി മാറിയതിന് ശേഷമാണ് ഇവരെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത്രയും ഉപദ്രവിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ട ഇവരാണ് സ്ത്രീകൾക്ക് വേണ്ടി ഉപദേശം കൊടുക്കുന്നത്. ഇവരിനി എനിക്കറിയാമല്ലോ പോവുമായിരിക്കും, മലയാളികളല്ലേ, അവർക്ക് വീണ്ടും എവിടെയെങ്കിലും എന്നെ കിട്ടിയാൽ അവരതിൻ്റെ പുറകെ പോകും. ഇവർ വീണ്ടും ഇനി ഇങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഇനി ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വിജയമാണെന്നാണ് പറയുന്നത്. ഇത്രയും പരസ്പരം ചെളി വാരി എറിഞ്ഞേച്ച് എന്നാ വിജയമെന്നാണ് പറയുന്നത്. അതേസമയം ഇവർക്കൊരു പ്രശ്നമുണ്ടായി, അത് പബ്ലിക്കിൽ അറിഞ്ഞോട്ടെ, ഇവർ തമ്മിൽ എന്നതോ പ്രശ്നമുണ്ട്, രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരത്തില്ലായിരുന്നു. ഇത് ഭർത്താവ് തലയ്ക്ക് തല്ലി ഒടിച്ചു, ഭാര്യയ്ക്ക് അവിഹിതമുണ്ട്, മദ്യപാനമുണ്ട്, പൈസ ദൂർത്തടിക്കുന്നു, ചാരിറ്റി വരുന്ന പൈസ മൊത്തം കൈയിട്ട് വാരുന്നു, ഈ വൈഫിൻ്റെ ആങ്ങള 1 കോടി രൂപയുടെ ബിൽഡിങ് മേടിക്കുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് ഇവർ വിട്ട് കഴിഞ്ഞു. ആ 2 പെൺകുട്ടികളെ പോലും ഇവർ ചിന്തിച്ചിട്ടില്ല. 2 പെൺപിള്ളേരാണുള്ളത്. ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെപ്പറ്റി പോലും ചിന്തിക്കാതാണ് ഇവരെല്ലാ കാര്യങ്ങളും. ഇപ്പോൾ
ഇപ്പോൾ ഇയാൾ ഒരുപാട് വന്നിങ്ങനെ പറയുന്നുണ്ട്, വീഡിയോകളിലും ഒത്തിരി ഇൻ്റർവ്യൂകളിലും എല്ലാം വന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ പരസ്പരം ചെളി വാരി എറിഞ്ഞതിന് ശേഷം പിന്നെ അതൊന്ന് ചേച്ചി കെട്ടിയ മുഴച്ചേ ഇരിക്കുള്ളൂ എന്നല്ലേ പറയുന്നത്. പിന്നീട് അത് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, കാര്യം ആ പഴയ ഒരു സ്നേഹത്തിലോ പഴയതിലോ. അതേസമയം ഇവരിത് പുറത്ത് വിടാതെ ഇരുന്നിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടാതിരുന്ന് ഇവർ തന്നെ അത് പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വഴക്കുണ്ടാക്കാത്ത വീടുണ്ടോ, പ്രശ്നങ്ങളുണ്ടാക്കാത്ത. ഈ എല്ലാ വീടുകളിലും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവരാരും മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്നില്ല, മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കാനും ഭാര്യ പറഞ്ഞ് നടക്കുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. നിങ്ങളെപ്പോലെ മോട്ടിവേഷൻ ക്ലാസ് ഒന്നും എടുത്ത് നടക്കുന്നൊന്നുമില്ല. അവർ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരു ഇച്ചിരി നേരം വഴക്കുണ്ടായി 10 മിനിറ്റ് കഴിയുമ്പോൾ അവരൊന്നാകും. അതാണ് അവരുടെ ഇടയിൽ പ്രശ്നം. അതുപോലെ തന്നെ ഇങ്ങനെ സമൂഹത്തിലേക്ക് അത് വലിച്ചു വാരി എറിഞ്ഞിട്ട് അവർ വരുന്നില്ല. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. എല്ലാ വീടുകളിലും എപ്പോഴും സ്നേഹവും ചിരിയും കളിയും മാത്രമല്ല, പല സാമ്പത്തിക പ്രശ്നങ്ങൾ കാണും, അല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, അല്ലെങ്കിൽ ഫാമിലിയുള്ളവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. പക്ഷെ അവരത് പുറത്തേക്ക് വിടുന്നില്ല. ഇവർ ചോദിക്കുന്നൊരു ഈ മാരി എന്ന് പറഞ്ഞ പുള്ളിക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്, എല്ലാ വീട്ടിലും വഴക്കുണ്ടാക്കാറില്ലേ, എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന വഴക്കാണോ ഇതൊക്കെ, ഇങ്ങനെയൊക്കെയാണോ എല്ലാ വീട്ടിലും വഴക്കുണ്ടാകുന്നത്, ഭാര്യ മദ്യപിച്ചു വന്ന് ഭർത്താവിനെ ഉപദ്രവിക്കുന്നൊക്കെയാണോ എല്ലാ വീടുകളിലും ഉള്ളത്, അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നത്. പക്ഷേ ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തേക്കുന്നു. പക്ഷേ എനിക്കത് വിഷമം വന്നതെന്ന് വെച്ചാൽ ആ ദേവസ്യം എന്ന് പറഞ്ഞ മാഷയുടെ കാര്യമാണ് കേട്ടോ. അവർ രണ്ടും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അദ്ദേഹം ക്രിസ്ത്യനാണ്, എനിക്കൊന്ന് ടീച്ചർ മുസ്ലിം ബന്ധം, ഇവരൊന്നിച്ചൊരു സ്കൂളിൽ പഠിപ്പിച്ചതാണ്. അങ്ങനെ അവർ വീട്ടുകാരുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ ഇവരൊറ്റയ്ക്ക് മാറി താമസിക്കുന്നതാണ്. 2 മാസത്തിൽ ഇങ്ങനെ കല്യാണം കഴിച്ചതിന് അവർക്കൊരു കുഞ്ഞുണ്ടായി. അത് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം അവർ മരണത്തിൻ്റെ പക്കോളം എത്തിയതാണ്. അവർക്കിനി ഒരു ജീവിതം വേണ്ട, അവർക്ക് ഈ ലോകത്ത് ഇനി ആരുമില്ല എന്നും പറഞ്ഞ് അവർ മരണത്തിൻ്റെ പക്കോളം എത്തിയതാണ്. അവിടെ നിന്നാണ് ആ മാഷാണ് ടീച്ചറിനെ വിളിച്ചുകൊണ്ട് തിരിച്ചു വന്നേ, വേണ്ട നമുക്ക് മരിക്കേണ്ട, അപ്പോൾ ട്രെയിനിൻ്റെ മുന്നിൽ ചാടാൻ വേണ്ടി അവർ പോയതെന്ന് പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഇവരുടെ ഈ ഒരു വീഡിയോ കാണാനിടയായതും ആ വീഡിയോ കണ്ട് അവരുടെ ആ ഒരു സംസാരവും കാര്യം, ഇവരുടെ സംസാരം നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ. ഈ ജിജി രണ്ടുമാരി എന്നിട്ട് അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ അവരെ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടും. അവർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെ അത് കണ്ട് അവർക്ക് ഇഷ്ടമായി, അവരവരെ വിളിച്ചു. അങ്ങനെയൊക്കെയാണ് അവരിലേക്ക് ചെന്നത്. പിന്നെ മാഷ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നമുക്ക്. 19 മോൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. MBA ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു IT കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ഫ്ലാറ്റ് എടുത്ത് അവൻ്റെ കൂടെ ബാംഗ്ലൂരിലായിരുന്നു താമസിക്കുമ്പോൾ ഒരു 4 ദിവസം അവധി വന്ന് നാട്ടിലേക്ക് കാറിൽ വരികയായിരുന്നു മോൻ. അപ്പം ആക്സിഡന്റിൽ ഷൂട്ടിന് വെച്ച്. അപ്പം ഞങ്ങൾ ആകെ നിരാശയായി, ജീവിതത്തിൽ ഭയങ്കര നിരാശയായി. ഗോവയിലേക്ക് ടൂർ പോകുന്ന സമയത്ത് അവിടെ വന്ന സമയത്താണ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിക്കണം, ഒരു ട്രസ്റ്റിന് തുടങ്ങാൻ വേണ്ടി സ്ഥലം വാങ്ങാനുണ്ട്, ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ട് വരുവാണ്, അതിന് കുറച്ച് പൈസ ആവശ്യം. എനിക്കൊരു ആഗ്രഹം കൂടി, ഇനിയോട് താമസം പോകുന്നെങ്കിൽ ഇവിടെ പോകുന്നെങ്കിൽ ജീവിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് എന്റെ കാറ് അജ്മൽ ഓടിച്ചു, ഇവരുടെ കാറ് ഭാര്യയെ ഓടിച്ചു, നേരെ ചാലക്കുടി വന്നു. ഈ സ്ഥലം പോയി നോക്കി. അങ്ങനെ ഞാനും ഭാര്യയും ഇനിയും ടീച്ചറും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ച് സ്ഥലം കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിന് വാങ്ങിക്കും പറഞ്ഞ് പൈസയുടെ കുറവുണ്ടെന്നു. ആ പൈസ ഞാൻ അളവ് പറഞ്ഞു, ഈ സ്ഥലം പകുതി വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അത് പൈസ കൊടുത്തു. മേടിച്ചതിന് ശേഷം നമ്മൾ ട്രസ്റ്റ് ആകും, ട്രസ്റ്റ് മാഷി ടീച്ചറെ ആവും. ആധാരം തൊട്ട് പറഞ്ഞു, പകുതി സ്ഥലം തരാൻ പറ്റിയ സ്ഥലം ഞങ്ങളുടെ തന്നെ വേണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു. ട്രസ്റ്റിൽ നിങ്ങളുണ്ടാവും, നമുക്ക് ട്രസ്റ്റിന്റെ കുറവ്. പിന്നെ അത് പറഞ്ഞിട്ട് പിന്നെ ഈ മീറ്റിംഗ് കൊടുക്കുക ട്രസ്റ്റിൽ നിങ്ങൾ എടുപ്പെടുന്നു പറഞ്ഞാൽ ട്രസ്റ്റിൽ എടുത്തില്ല. ഇതാണ് പണ്ടുള്ളവർ പറയുന്നില്ലേ, പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കുമെന്ന്. ഈ മാഷയുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ച് അവർ ആ വസ്തു മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു തന്നതാണ്. അവർ വസ്തു കൊണ്ട് കാണിച്ചു, അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതാണ് അവർ ആ മാഷ വന്ന് കണ്ടത്. കാര്യം ഇവരെ ശരിക്കും അവർ മനസ്സിലാക്കിയിരുന്നു. ഇവർ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞേച്ച് ഇവരെ വിളിക്കുകയും ഇവരുടെ അവിടെ പോയി ഓരോ ഇതൊക്കെ കൂടുകയും മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കൂടുകയും അങ്ങനെയൊക്കെ ചെയ്ത് അവരുമായിട്ട് ഒരുപാട് അടുപ്പ് ഇവർക്കങ്ങായായിരുന്നു. അടുപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ നാട്ടിൽ വന്ന് അവിടെ സ്ഥലം നോക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടെ വന്നപ്പോൾ ഈ മാഷും ടീച്ചറിൻ്റെയും വീട്ടിൽ ചെന്നു. അവരോട് പറഞ്ഞു വസ്തു നോക്കാൻ പോകുന്നത്. അങ്ങനെ ഇവരെയും കൊണ്ട് പോയി ചെന്നപ്പോൾ മാഷർക്ക് ആ വസ്തു ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു ഇവരുടെയൊക്കെ ഒരു കഴിവാണത്, ഒരു മനുഷ്യനെ വളച്ച് കയ്യിലെടുക്കുക എന്നുള്ളത്. പക്ഷെ അതിൽ ആ മാഷർക്ക് ഒരു ദുഃഖവും ഇല്ല കേട്ടോ. അതൊരു നല്ലൊരു മനുഷ്യനാണ്. എന്നിട്ട്
ഇവർ ആ സ്ഥലം കണ്ട് അത് നോക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാഷോട് പറഞ്ഞു പൈസ തികയത്തില്ല മേടിക്കാമെന്ന്. അപ്പോൾ മാഷ് പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞവർ പറഞ്ഞു ഈ വസ്തുവിൻ്റെ പകുതി മാഷിൻ്റെ പേരിലും പകുതി അവരുടെ പേരിലും കഴിച്ച് മാഷ് പൈസ കൊടുക്കുന്നതിന് ഇതുണ്ട്. ലാസ്റ്റ് വസ്തു എഴുതാൻ നേരം ഇവർ പറഞ്ഞു തന്നെ, ജിജിയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്, വസ്തു അവരുടെ പേരിലേക്ക് മാത്രമാക്കി, മാഷിനെ അതൊരു ചാരിറ്റി പോലെ ആക്കാം, അതിൻ്റെ അംഗമാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ഏതാണ്ടൊക്കെ ചേർക്കാമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞാണ് മാഷ്. അതെ, പക്ഷേ അത് പറഞ്ഞതല്ലാതെ അതിലൊന്നും ചേർക്കോ എടുക്കോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പൈസ പോയതിലോ ഒന്നും അവർക്കൊരു സങ്കടവും ഇല്ല കേട്ടോ. കാര്യം അവർ മരിക്കാനായിട്ട് തീരുമാനിച്ച് പോയവരാണ്, അവർക്ക് സ്വത്തിന് മോഹമുള്ളവരല്ല. അവർക്ക് ആ പൈസ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടട്ടെ, ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങിയാൽ പാവങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് അത് പ്രയോജനപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്നുള്ളതിലാണ് ആ പൈസ മുടക്കിയത്. നമുക്ക് മാഷിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നത് കേൾക്കാവേ. മായം ഇങ്ങനെ നടന്നു എനിക്ക് പുറകിൽ നോക്കണം, എന്റെ മോനാകുന്നു. അത് പറയുമ്പോൾ അപ്പൊ അങ്ങനെ പോയി ഇവര് ഒരുമിച്ച് എന്ന് നന്നായി പോകും. ആ നിമിഷം ഞാൻ ഞങ്ങൾ മുകളിലുള്ള ആകാശം താഴ്ന്നു. ഞങ്ങൾക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല സാർ, ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് ഏറ്റവും വലിയ സ്വത്ത് ഞങ്ങൾ നഷ്ടപ്പെട്ടു. 2019 ജനുവരി മാസം 12-ാം തീയതി. ഇനി ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നേടാനില്ല. അത് മാത്രമേ. രണ്ടാമത് തെറ്റിദ്ധാരണ വിഷമം. എന്റെ പിള്ളേരോട് കാസർഗോഡ് കുടിക്കുന്ന എന്റെ ഇടവക അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു വേഗം സ്ഥലം കിട്ടണല്ലേ വണ്ടിയായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞിരിക്കുകയാണ്. കാരണം അവരുടെ തീവ്രവാദ സംഘടന രൂപീകരിച്ചിരിക്കുന്നു. അതല്ല സാർ, ദയവായി സാറിന്റെ വായുന്നതിന് ഒന്ന് പറഞ്ഞേക്കണം, ഒരു പാവം മാഷാണ്, പാവം കുടുംബം, വിശ്വാസികളാണ്, കാര്യം ചെയ്യുന്നതാണ്. എത്ര വിഷമത്തോടെ ഇത് ജിജിയാണ് പറഞ്ഞ കേട്ടോ. ഇവർ തീവ്രവാദി സംഘടന എന്നൊക്കെ പറഞ്ഞ് വെച്ചാൽ മുസ്ലിംസ് ആയതുകൊണ്ട് അങ്ങനെ അവരെ അത് വൈഫ് മുസ്ലിം ആയതുകൊണ്ടും പിന്നെ സാംസൺ എന്ന് പറഞ്ഞ അജ്മൽ എന്ന് പറഞ്ഞ ആളും ഇവരൊക്കെ ആ ഇതായതുകൊണ്ട് തീവ്രവാദികളാണ്. ഇപ്പം ഇവരുടെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴില്ല, ഇത്രയും വർഷം ഇവരുടെ കൂടെ ജീവിച്ചപ്പോഴും ഈ മാഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച വസ്തു മേടിച്ചപ്പോഴും ജിജിക്ക് തോന്നിയില്ല ഇവർ തീവ്രവാദികളാണെന്നുള്ളത്. അന്നേരം ഒന്നും തോന്നാത്തൊരു കാര്യം ഇപ്പം ഇവർക്ക് എങ്ങനെ തോന്നി, ഇവർ പറഞ്ഞ് തീവ്രവാദികളാണ്. ആ മാഷയുടെ ആ ഒരു സങ്കടപ്പെട്ടുള്ള പറച്ചിൽ കേട്ടോ. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം അവർക്ക് അവരുടെ മകനാന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ വേദനിപ്പിച്ചാലുണ്ടല്ലോ ദൈവം പോലും പൊറുക്കുകയില്ല. കാര്യം ഇവരൊക്കെ ഒരു ദൈവവിശ്വാസികളാണ്. അവർക്ക് വർത്താനം കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട്. അതുപോലെ ആ ഒരു വിഷമം അവർക്കുണ്ടെങ്കിൽ അവരെ താങ്ങാൻ അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അവർ ഭാര്യയും ഭർത്താവും കൂടെ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അവർ അതായിട്ട് ആ ഒരു സ്നേഹത്തിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്, താങ്ങായും തണലായി. പക്ഷെ ജിജിയൊക്കെ പറയുന്ന ദൈവവിശ്വാസം അത് ദൈവവിശ്വാസമാണല്ലോ കേട്ടോ. അത് അവർക്കൊക്കെ ഈ പറയാനൊരു കഴിവുള്ളതുകൊണ്ട് മനുഷ്യനെ പിടിച്ചിരുത്താൻ പറ്റും. ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നുണ പറയാൻ കഴിവുള്ളവരുണ്ട്. നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അവർ നുണ പറഞ്ഞ് നമ്മളെ ഫലിപ്പിക്കും, നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞായിരിക്കും നമ്മളെ സത്യങ്ങൾ അറിയുന്നത്. പക്ഷേ അന്നേരം ആ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ നമ്മളത് അത്രയും അവരെ മോശമാക്കി നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മളത് അവരെ വിശ്വസിച്ച് നമ്മുടെ ഉള്ളിലും നമ്മുടെ കണ്ണുകൊണ്ടും നമ്മൾ അവരെ അങ്ങനെ കാണുകയും ചെയ്യും. പക്ഷേ ചിലരുടെ ഒരു ഇതാണ്, അവർക്ക് ദൈവവിശ്വാസമോ ഒന്നുമില്ല. അങ്ങനെയുള്ളവർ എപ്പോഴും പറഞ്ഞു നടക്കുന്നൊരു കാര്യമുണ്ടോ, ഞാൻ ദൈവവിശ്വാസി, ദൈവം എൻ്റെ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഇരിക്കുകയാണ്, ഞാൻ ദൈവത്തെയും കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. ശരിക്കുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ ഇങ്ങനെ വിളിച്ചു പോയി നടക്കുകയില്ല. അവരുടെ ഉള്ളിലാണ് വിശ്വാസം, അവരുടെ ഉള്ളിൽ ആ ഒരു ദൈവത്തിലൊരു വിശ്വാസവും ആ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവർക്കത് ഇതൊക്കെ ദൈവവിശ്വാസം ഉള്ളവരായിരുന്നെങ്കിൽ, ദൈവത്തെ ഇത്രയും അറിഞ്ഞവരായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കത്തില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഇപ്പോൾ ഇത്രയും പ്രശ്നം തന്നു. ഇപ്പോൾ ഈ ഒരു ചാരിറ്റിയുടെ ഇതായിക്കൊണ്ട് ഇവർക്ക് ഈ ഒത്തിരി പേര് ഇപ്പോൾ ഇത് പൈസ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേര് ഇതിലേക്ക് പൈസ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും അത് മുന്നോട്ട് പോകാനായിട്ട് ഇവർ ഓരോരുത്തരും ഓരോ ഇതിലായിട്ട് നിൽക്കുന്നുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒത്തിരി പേർക്ക് വീട് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം, ഇപ്പം കിട്ടും നാളെ കിട്ടുമെന്നും പറഞ്ഞ്. അതെല്ലാം മുടങ്ങി കിടക്കുമായിരിക്കും ഇവർ ഈ വഴക്കും ബഹളം ഉള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് പറഞ്ഞാൽ ഒരിക്കലും ഇവർക്കിത് മനസ്സിലാകത്തില്ല. ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ വിഷമങ്ങൾ എന്നാന്നുള്ള കാര്യം ഇവർ ഇതിൽ നിന്നുള്ള പൈസ എടുത്ത് ദൂർത്തടിച്ച്
ഇവരെന്ന് പറഞ്ഞാൽ ജിജിയാണ് കൂടുതലും. അദ്ദേഹവും പറയുന്നുണ്ട്, മാരി പറയുന്നുണ്ട്, ഈ ദേവസ്യ മാഷൻ മറ്റേ അജ്മലിനെയും കൂടെ ഒഴിവാക്കണമെന്നാണ് ജിജി പറയുന്നത് ഈ ഒരു ട്രസ്റ്റിൽ നിന്ന്. പക്ഷേങ്കിൽ ഒരു കാര്യം പറയാം, ഈ ദേവസ്യ മാഷൻ ഈ അജ്മലിനെയും ഒഴിവാക്കി വെച്ച് ജിജിയും ജിജിയുടെ ഫാദറിനെയൊക്കെ അതിനകത്ത് എടുക്കണമെന്നുള്ളതാണ്. എന്നാലേ ജിജിക്ക് അതിനകത്തുനിന്ന് കൈയിട്ട് വാരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് കൈയിട്ട് വാരാൻ പറ്റത്തില്ല. ഈ മാഷിൻ്റെ സ്ഥലവും വിറ്റ് പൈസ തിരിച്ച് കൊടുത്തെന്നാണ് അജ്മൽ പറയുന്നത്. അജ്മലല്ല, മാരി പറയുന്നത് ദേവസ്യ മാഷിൻ്റെ പൈസ തിരിച്ചു കൊടുത്തു. ആ മനുഷ്യനോടൊരു കടപ്പാടുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഒരു മോശം സിറ്റുവേഷൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. അത് നമ്മൾ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ അവർ സഹായിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഒരു 10 രൂപയ്ക്കോട്ടെ 1 രൂപയ്ക്കോട്ടെ നമ്മളെ ആ ഒരു നിമിഷത്തിൽ നമ്മൾ ആ 1 രൂപയ്ക്ക് വേണ്ടി എന്തുമാത്രം വിഷമിക്കുന്നു ആ സമയത്ത് നമ്മളെ സഹായിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് തന്നെന്ന് പറഞ്ഞാലും ആ ഒരു സിറ്റുവേഷൻ നമ്മളെ സഹായിച്ച ഒരാളെ നമ്മൾ മറക്കാൻ പാടില്ല. ഈ ഒരു മാഷ് ആ പൈസ കൊടുത്തു, ആ ചാരിറ്റിയുടെ ഇതിന് ഷെയർ ആക്കാമെന്ന് പറഞ്ഞു, അതാക്കിയില്ല. അത് കഴിഞ്ഞ് ട്രസ്റ്റിൽ എന്തൊക്കെയോ സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു, അത് കൊടുത്തില്ല. ഇങ്ങനെയെല്ലാം ഇട്ട് പറ്റിച്ചിട്ടും അവരൊരു പരാതിക്ക് പോയില്ല. അവരുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഈ ട്രസ്റ്റിൻ്റെ കാര്യം എന്നേ പുറത്ത് വന്നായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ എന്നേ പുറത്ത് വന്നായിരുന്നേ അവർക്ക് പറയാമല്ലോ, എൻ്റെ ഇത് പൈസ മേടിച്ച് എനിക്കത് ഷെയർ തരാമെന്ന് പറഞ്ഞാൽ തന്നില്ല, അവരെന്നെ പറ്റിച്ചു എന്ന് വേണേൽ പറഞ്ഞ് കേസ് കൊടുക്കാം. പക്ഷേ അവർ പറയുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ അവരുടെ മോൻ പോയതാണ്. അതിനൊക്കെ വലിയ നഷ്ടങ്ങളൊന്നും അവർക്ക് ഇനി ലോകത്തില്ല. അതുകൊണ്ടാണ് അവരിതൊന്നും ഇവിടെ ഇപ്പോഴും അവർ പറഞ്ഞു ഈ മാരിയെ സ്വന്തം മോനെ കാണുന്ന പോലെ കാണുന്നു. അതുകൊണ്ടാണ് ഇത് വിട്ടു പോകാൻ പറ്റുക, അവർക്ക് മനസ്സ് വരാത്തത്. ഒത്തിരി അവഗണനകൾ ഇവർ സഹിച്ചിട്ടുണ്ട് ഈ ജിജിയുടെ കയ്യിൽ നിന്ന്. കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവിടെ ഉള്ളവരെ ഈ മാഷിനെയൊക്കെ ജിജി മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളിടത്തും ഈ ജിജിയെ പേടിയെന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റാഫിനെല്ലാം പേടിയാണ്. ജിജി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ഗുണ്ടയോ, ഗുണ്ടയല്ല ഗുണ്ടിയോ എന്നാണ് ചോദിക്കേണ്ടത്. ഗുണ്ട എന്ന് പറയുന്ന ആണുങ്ങളല്ലേ, ഇവരെ ഗുണ്ടി എന്നാണ് വിളിക്കേണ്ടത്. ഇവരിങ്ങനെ തല്ലാനും തൊഴിക്കാനും നടക്കുന്നത് ഫസ്റ്റ് ടൈമിൽ തന്നെ ഇവരെ നിർത്തിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. അതാ ഭർത്താവിൻ്റെ കഴിവുകേടായിട്ട് ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് ടൈം ഇതായിട്ട് ഇവരെ ഒരുപാട് ചാടി മറിയാനായിട്ട് ഇവരെ വിടലായിരുന്നു. എന്നതാണോ എൻ്റെ അമ്മോ കൊട്ടി മറിഞ്ഞതല്ല. ഇപ്പം ഈ പാമ്പിടിച്ച് ഈ മനുഷ്യനെ വരെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സമാധാനമായി. ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ എനിക്ക് മാഷിൻ്റെ ഇത് കണ്ടപ്പോഴാണ്, മറുനാടനകത്ത് ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്ക് അത് കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് വന്നത്. വിഷമം തോന്നി കേട്ടപ്പോഴത്തേക്ക്. ഒരുപാട് സങ്കടങ്ങളിൽ നിന്ന് വന്ന് അവർ വീണ്ടും ഇതുപോലൊക്കെ അനുഭവിച്ചിട്ടും അവരെ പിടിച്ച് അവരെ വിട്ടു പോകാതെ തന്നെ അവരുടെ കൂടെ തന്നെ നിൽക്കുന്നത് അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇതിൽ ശരിയും തെറ്റും എന്നാന്നൊക്കെ ഉള്ളത് ഇനി പുറകെ വരുന്നതായിരിക്കാം. അതുപോലെ തന്നെ മാരി പറയുന്ന കേട്ട് ഇതിപ്പോൾ എല്ലാവരും ചാനലുകാരെല്ലാം എടുത്തിട്ട് അങ്ങ് വാരി വെതറുവാന്ന്. വെതറാൻ അവസരം കൊടുത്തിട്ടല്ലേ, ഇല്ലെങ്കിൽ ഇത് ആരും വെതറുകയല്ലായിരുന്നല്ലോ. ചുമ്മാ ഇരിക്കുന്ന ആരെങ്കിലും ലൈഫ് എടുത്ത് വെതറുന്നുണ്ടോ? അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഡ്രൈവറായിട്ട് വന്ന ഒരാളെ അതിലൊരു സ്ഥാനം കൊടുക്കാനാണ് ജിജിക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലാലേട്ടനെയൊക്കെ പൂജിക്കണ്ടേ? കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവറായിട്ട് വന്നാണ്, ഇന്നും കൂടെയുണ്ട്. എത്രമാത്രം ഉയർന്ന സ്ഥാനം, സിനിമയുടെ പ്രൊഡ്യൂസർ വരെ ആയിട്ടുണ്ട്. ഇന്നും ലാലേട്ടൻ്റെ കൂടെ തന്നെ ആ ഒപ്പം കൊണ്ടു നടക്കുന്നു. അതാ പറഞ്ഞ മനുഷ്യൻ ദൈവവിശ്വാസം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ഉള്ളിൽ നന്മ വേണം. ഉള്ളിൽ നന്മ ഉണ്ടെങ്കിലേ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ദൈവവിശ്വാസം പറഞ്ഞു നടക്കുന്ന മൊത്തം പ്രഹസനങ്ങളാണ്. ഉള്ളിൽ നന്മ വെച്ചേച്ച് നമ്മൾ ദൈവവചനം പറഞ്ഞു നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉള്ളിലൊരു ദൈവം ഇരിപ്പുണ്ട്, ഒരു നന്മയുണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ വിശ്വസിക്കുക എല്ലാ ദൈവത്തിലും. ഒരുപാട് കിടന്നങ്ങ് അഭിനയിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.